Hi all, welcome back to our YouTube channel. ഓക്കെ വെൽക്കം ബാക്ക്. നമുക്ക് എപ്പോഴും ഒരു മന്നിപ്പുള്ളതാ അല്ലേ? ഒന്നെങ്കിൽ തുടങ്ങുമ്പോൾ ഇവിടായിരിക്കും കൊളാക്കുക, അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ. അപ്പൊ ഇന്നെന്തിനാ നമ്മൾ വന്നേക്കണം? നമ്മൾ വന്ന എന്തിനാ വെച്ചാല് നമ്മളെ മണാലി എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാ. കാരണം നമ്മൾ പോയി കഴിഞ്ഞ ശേഷം കുറെ പേര് ചോദിച്ചായിരുന്നല്ലേ, മണാലിയിലോട്ട് എങ്ങനെയാ പോയത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു. പോയത് പിന്നെ ഞങ്ങൾക്ക് അറിയാൻ മതി, ബട്ട് എങ്ങനെ പോയി എന്നുള്ളത് അത് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട്. പോയത് ഞങ്ങൾ ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, ഒരു ഫ്രോഡിന്റെ പാക്കേജ് എടുത്തിട്ട് നമ്മൾ പോയതാണ്. പിന്നെ ആ നെഗറ്റിവിറ്റി നമ്മൾ ഓവർ ഈ വീഡിയോയിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നില്ല. ഈ വീഡിയോ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? പോസിറ്റീവ്. അപ്പോ നമ്മള് നാട്ടിൽ നിന്നാ പോയത്. നമ്മള് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് നല്ല പാക്കേജ്, നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളെടുത്ത് മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യാം. കൊറേ അല്ലേ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുക. ഈവൻ പോയിട്ടുണ്ടോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതും ചെക്ക് ചെയ്യുക. ഓക്കെ, റീചെക്ക്, എല്ലാത്തും റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പഴയ വീഡിയോ പോലെ പണി കിട്ടി അങ്ങനെ പൈസയും പോയിട്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പോയത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കറിയില്ലായിരുന്നു നമ്മൾ നോർത്ത് ആ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ ലേറ്റർ ഓൺ ആണ് അല്ലേ, നമ്മൾ തിരിച്ചു വന്നപ്പോൾ അറിയുന്നത്. നമ്മൾ പോയത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ട്രെയിനിൽ നമ്മൾ ഡൽഹി റീച്ചായി 2 ദിവസം എടുത്ത്. അതെനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഡൽഹിയിൽ നമ്മൾ റീച്ചായി. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഷിംലയിലോട്ട് പോയി. അവിടെ ടോയ് ട്രെയിൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷേ ടോയ് ട്രെയിൻ നമുക്ക് കിട്ടിയില്ല. അപ്പം നമുക്ക് അത് അങ്ങോട്ട് പോകണ്ട, നമുക്ക് കിട്ടാത്ത സംഭവങ്ങളോട്ട് നമ്മൾ പോകുന്നില്ല, വേണ്ടല്ലോ. അപ്പം മണാലിയിലോട്ട് നമ്മൾ എത്തുന്നത്, നമ്മൾ ആ നാട്ടിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ കപ്പലുണ്ടെന്ന്, ട്രെയിനും ഉണ്ട്. അപ്പം നമ്മൾ പോയത് ട്രെയിനാണ്. ഓക്കെ, ആ പാക്കേജിലെങ്ങാനും കപ്പൽ പോയതെങ്കിൽ പിന്നെ പൊടി പോലും കാണുമല്ലോ. ഞങ്ങളെന്തോ ഒരു ഭാഗത്ത് ഞങ്ങൾ തിരിച്ചെത്തി കുതിർത്ത് അല്ലേ. അപ്പൊ നമ്മള് ട്രെയിനാണ് ഡൽഹി വരെ പോയത്. ഡൽഹിയിൽ നിന്ന് നമ്മള് ബസ്സിനാണ് എവിടെ പോയത്, മണാലിയിൽ പോയത്. എന്നോട് അങ്ങനെ ചോദിക്കല്ല, എനിക്കത് ഭയങ്കര കൺഫ്യൂഷനാണ്. പൊടി പോലെ കണ്ണിലോട്ട് തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് മണാലിയിലെത്തിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാന്ന് വെച്ചാൽ, മെയിനായിട്ടെന്നല്ല, അവിടെ ഞങ്ങള് ഒരു അഫ്സാന എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് അല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? നമ്മൾ ചൂസ് ചെയ്തത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് അവിടുത്തെ ഒരു എസ്തെറ്റിക്, എല്ലാ കാര്യങ്ങളും എസ്തെറ്റിക് ആണ്. അതുപോലെ തന്നെ അവിടെ മഡ് ഹൗസ് ആണ്, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ മഡ് ഹൗസ് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സ്നോ ഉള്ള, പിന്നെ ഞങ്ങള് സ്നോ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞു സ്നോ ഇട്ടില്ല. സ്നോ കൊള്ള പിക്ക് കണ്ടിട്ടല്ലേ നമുക്കത് ഭയങ്കര ഇഷ്ടമായത്. അല്ലാണ്ട് നല്ല രസമുണ്ടായിരുന്നു അല്ലേ, നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങള് മെയിൻലി സ്നോ ഒക്കെ ഉണ്ടാവും കരുതിയിട്ടാണ് പോയത്. അങ്ങനെ ചില ആൾക്കാര് ഞങ്ങളോട് പറഞ്ഞത്, മിസ്റ്റർ ഫ്രോഡ് അങ്ങനെയായിരുന്നു പറഞ്ഞത്. ബട്ട് അവിടെ പോയിട്ട് അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇല്ലായിരുന്നു, ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇതുകൊണ്ടൊക്കെ ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് സ്നോ ഇല്ലെങ്കിൽ സ്റ്റേ അടിപൊളിയായിരുന്നു അല്ലേ. ഒരു പഴയ ഒരു ടച്ച് നമ്മുടെ ഒരു അല്ലേ. ആ സ്റ്റേ ആണെങ്കിലും ഞങ്ങള് കണ്ടുപിടിച്ചതാ കേട്ടോ, ഞങ്ങളെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. ഞങ്ങള് എന്താ പറയാ, വേറെ ഒന്നിലും പോയി പെട്ടിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ വല്ല കണ്ണാ കിഡ്നിയാ കൊടല തട്ടിക്കൊണ്ട് പോയാലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ സ്റ്റേ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. പിന്നെ അതിൽ പറയണല്ലോ, ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പം കുറെ സ്റ്റെപ്സ് ഉണ്ട്. അതായത് കേറ്റമാണ് ഇങ്ങനെ സ്റ്റേയിലോട്ട് നമ്മൾ ഹൈക്ക് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. ഞങ്ങളും അത് അവിടെ എത്തിയപ്പോഴാട്ടോ ഞങ്ങൾ കാണുന്നത്. പക്ഷെ നമുക്കതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഹൈക്ക് ചെയ്ത് ഒരു കൈൻഡ് ഓഫ് ഹൈക്കിങ് എന്നാണ് വേണേ പറയാൻ, ചെറിയൊരു ഹൈക്കിങ്. ഞാൻ ഓർക്കുന്നു, നമ്മള് ശ്വാസമൊക്കെ മുട്ടി. നമ്മുടെ കയ്യിൽ പിന്നെ കുറെ ലഗേജ് ഉണ്ടായിരുന്നല്ലോ ബേബി, അതാ. അല്ലാത്ത ടൈമിലൊക്കെ എൻജോയ്ഡ്. എടുക്ക ഒരു മൂത്രം ഒഴിക്കാനൊക്കെ മുട്ടും. അപ്പോൾ ഒരൊറ്റ ഓട്ടായിരിക്കും മേളിലോട്ട് നമ്മള് പുറത്ത്. ഞാൻ ചോദിച്ചു, നമ്മള് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മള് നിന്നെ മേളിലോട്ട് പിന്നെയും കയറണം, കടത്തന്നെ ബാത്റൂം. പുറത്തു പോയി വരും. ഒരു പ്രശ്നം ഞാൻ കണ്ടെന്താ വെച്ചപ്പോ, കാലുവേദന ഉള്ള ആൾക്കാർക്ക്, പ്രായമായ ആൾക്കാർക്കൊക്കെ, പിന്നെ ശ്വാസം മുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഉള്ളത് പറയണമല്ലോ. അപ്പൊ അവരിതാണ് ഇത്. പിന്നെ അത് ഒരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊരു ഞങ്ങൾക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ലൊരു ഹോസ്റ്റ് ആയിരുന്നു.
ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നോക്കുന്നത് ഹീന എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരി നല്ല എന്താ പറയാ നല്ലൊരു ലേഡി ആയിരുന്നു കേട്ടോ. നല്ല ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലേ. അതെ അതെ പുള്ളിക്കാരും പിന്നെ അവിടെ ഉള്ള ഒരു കെയർ ടേക്കറും ഉണ്ട് ബയ്യാജി. അപ്പൊ ഭയങ്കര ഒരു ബയ്യാജി നല്ലൊരു മനുഷ്യൻ. അവർ രണ്ടുപേരും നോക്കുന്നത് ഹീനയാണ് ഓണർ. ബയ്യാജി അവിടുത്തെ കെയർ ടേക്കർ ആണ്, ഇലക്ട്രീഷ്യൻ ആണ്, ഷെഫാണ്. പുള്ളി ഓൾറൗണ്ട് എല്ലാം. പുള്ളി ഒരു പാവ മനുഷ്യന്റെ വൃത്തിയായിട്ട നോട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. നമ്മള് നട്ടപ്പാതിരൊക്കെ വരെ നമ്മള് ചൂടുള്ള ഞങ്ങക്ക് തൊണ്ട ചൊറിച്ചിലും ലൈക്ക് അലർജി ഇഷ്യൂസ് ഉണ്ട്. തണുപ്പ് കൂടിയപ്പോ നമുക്ക് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നട്ടപ്പാതിരാക്കുമ്പോ ബയ്യാജി ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ തന്ന്. ഓർക്കുന്നില്ലേ നമ്മള് നട്ടപ്പാതിരക്ക് വിളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ല. പുള്ളി ഇങ്ങനെ വിളിച്ചു നോക്കിയാ ഫുഡ് എന്താ കഴിക്കണ്ടേ നമ്മളൊരു വീട്ടിലൊക്കെ ഉള്ള പോലെ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഒരു ഹോംലി. പിന്നെ ഒരു ദിവസം ഒരു ഫുഡ് വന്ന് അത് ഞങ്ങക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് മാറ്റി തന്ന അങ്ങനെ പുള്ളി. അവിടത്തെ മെയിൻ എന്താ അതിന്റെ പേര് പറഞ്ഞ അവിടുത്തെ മെയിൻ ഫുഡ് ആയിരുന്നത്. അല്ല അതല്ല അല്ലേ വേറൊന്നാണ്. അത് നമ്മള് കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് ഫുള്ള് കഴിച്ചില്ലല്ലോ. ഫുള്ള് കഴിച്ചില്ല. അതും പറയണോ അതില് എല്ലാവർക്കും ഇഷ്ടമാണോന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു മെയിൻ ഫുഡ് ആയിരുന്നു. അത് നമുക്ക് പിന്നീട് വരാം. ഇത് പറയാം. എന്നിട്ട് അവിടെ അതിനെത്തിയത്. അപ്പൊ ഓവറോൾ എന്താ പറയാ അവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി ആൻഡ് എവറിത്തിങ് വാസ് നല്ലതായിരുന്നു. ഫുഡ് ആണെങ്കിലും എല്ലാം. പിന്നെ അവരുടെ ഫാം ഉണ്ട്. ഹീന എന്ന് പറയുന്നവർക്ക് അവരുടെ വീട് ഹിമാചലിൽ തന്നെയാണ്, മണാലി അല്ല, വേറെ പ്ലേസ് ആണ്. അവരുടെ ഫാമിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഫ്രൂട്ട്സും അല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഗസ്റ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഫ്രൂട്ട്സും കാര്യങ്ങളും കിട്ടിയില്ല കാരണം സീസൺ അല്ലായിരുന്നു. ഞങ്ങള് സീസണിലല്ല പോയപ്പോ കിട്ടിയില്ല. പിന്നെ ബാക്കിയുള്ള അവിടുത്തെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. എന്തോ പറഞ്ഞ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൊ പിന്നെ പുള്ളിക്കാരി തന്നെയാണ് നമുക്ക് അവിടെ എല്ലാതും പ്ലാൻ ചെയ്ത് തന്നത്. അതായത് ഇന്ന ദിവസങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ കാണാം. കാരണം അവിടെ ഉള്ള ആൾക്കാർക്ക് സ്ഥലം അറിയാലോ. അപ്പൊ അവിടെ നമ്മൾ സ്റ്റേ എടുത്താൽ മാത്രം മതി. നമ്മൾ വണ്ടി ചെലവ് അങ്ങോട്ട് എത്താനുള്ളത് അവിടുത്തെ സ്റ്റേ എടുക്കുക. പിന്നെ ആ പുള്ളിക്കാരിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ പറഞ്ഞു തന്നോളൂ അല്ലേ. ഫുള്ള് കോർഡിനേറ്റ് ചെയ്തത് ഹീനയായിരുന്നു കേട്ടോ. നമ്മളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഫ്രോഡ് കോർഡിനേറ്റ് ചെയ്യാൻ വന്ന് ക്യാബ് സർവീസ് ആണെങ്കിലും എല്ലാം തന്നെ പുള്ളിക്കാരി കോർഡിനേറ്റ് ചെയ്ത് തന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അതിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെ ഞങ്ങളെ ലക്ഷങ്ങൾ അതുപോലെ പോയനെ. അപ്പം അങ്ങനെ ഒരു സംഭവം. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേയിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന വലിയൊരു ഫോറസ്റ്റ് ഏരിയ. നമ്മളിപ്പോൾ കയറിപ്പോയാൽ അവിടെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഡോഗ്സ് ഉണ്ട്. ഒരു ചെറിയൊരു ഹട്ടൊക്കെ പോലെ ഒരു സംഭവം. നമുക്ക് പിക്കൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ തന്നെ അവിടെ ഫുള്ളി ഉണ്ട്. നമ്മള് ലാസ്റ്റ് ഡേ ആണ് അല്ലേ ബാക്കോട്ടൊക്കെ പോയി നോക്കണത്. അപ്പൊ നമുക്കത് ഫുള്ളായിട്ട് അങ്ങനെ ഡിസ്കവർ ചെയ്യാൻ പറ്റിയില്ല. എക്സ്പ്ലോർ കാരണം ഞങ്ങള് വേറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മള് ബാക്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബട്ട് പോയപ്പോഴാണ് മനസ്സിലായത് പക്ഷെ പോയില്ലല്ലോ എന്നുള്ളത്. പിന്നെ അവിടെ തന്നെ അവർ പോവാണെങ്കിൽ അവർക്ക് കുറെ ഹിഡൻ പ്ലേസസ് ഒക്കെ അറിയാം. അപ്പൊ അതൊക്കെ അവര് നമ്മൾ നടന്നിങ്ങനെ കാണിച്ചു തരും. അങ്ങനെയൊക്കെ കുറെ നടക്കാനും അല്ലേ കുറെ കാര്യങ്ങളുണ്ട്. പ്രകൃതി മനോഹരമായ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ നമ്മള് നേരെ പോയത് പിന്നെ എവിടെ നമ്മൾ പോയത് പിന്നെ നമ്മൾ അവിടെ എത്ര പേരുണ്ട് എത്ര ദിവസം നിന്ന് 6 ദിവസം എന്തോ നമ്മൾ അവിടെ നിന്ന് കേട്ടോ. ഒരാഴ്ചക്ക് അടുത്ത് നമ്മൾ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അവര് ഡെയിലി നമുക്ക് ഹീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരും. ഹീറ്ററിന് ഡെയിലി ചാർജ് ഉണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈവൻ ദോ നമുക്ക് അവിടെ സ്നോഫോൾ ഇല്ലെങ്കിലും നല്ല അപാര തണുപ്പ്. പക്ഷെ അവിടെ സ്നോഫോൾ വീണാണ്ടല്ല തീർന്ന് നല്ല നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഇനി ഒന്നും കൂടെ പോണോന്ന് പറഞ്ഞിരിക്കണേ. നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും സ്നോ വീണാലൊക്കെ. പക്ഷെ ലൈക്ക് നമ്മള് നല്ലോണം ഒന്ന് സ്ട്രഗിൾ ചെയ്യും. അത് പിന്നെ നമ്മള് അതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നമ്മള് വേറൊരു വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് ലാസ്റ്റ് കാണിച്ചു തരാം വീഡിയോ. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത്? ആക്ടിവിറ്റീസ് എന്ന് പറയാൻ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കുറെ സ്ഥലങ്ങൾ പോയി കണ്ടു. went to activities that much. റിവർ റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ ചെയ്തത്? റിവർ റാഫ്റ്റിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തത്. അതിൽ പറ്റിയൊരു അമളയുണ്ട്. അത് ഇത്ര മിനിറ്റ് 15 മിനിറ്റ് വരെ മണിക്കൂർ 45 മിനിറ്റ് അങ്ങനെ 3 ഇതായിട്ട് 3 ഡിഫറെന്റ് പ്രൈസ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ നമ്മൾ ഒരു പ്രാവശ്യം ആദ്യം പോണേലേ എഴുതിയിട്ട് കുറച്ച് വലുതെടുക്കാന്ന് നമ്മൾ 45 മിനിറ്റിന്റെ എടുത്ത്. ബാക്കി എന്തുണ്ടായി? നല്ല തണുത്ത് ഐസും കട്ടായിട്ടുള്ള വെള്ളം. ഞങ്ങളെ കാലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഐസായി. ചെരുപ്പിടാൻ പറ്റൂല. ചെരുപ്പ് ഈ ഇതിൽ മാത്രം ഇടാൻ പറ്റൂല കേട്ടോ. ബാക്കി ചില ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. മനസ്സിലാവില്ല. നമുക്കില്ലായിരുന്നു അതില്.
ലൈക്ക് ഷൂസ് പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർക്ക് ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു അവര്. തിങ് ഈസ് ദാറ്റ് ഷൂ ഇട്ടാലും കാര്യമൊന്നുമില്ല. വെള്ളം ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത്ര 3/4 മണിക്കൂറൊന്നും എടുക്കണ്ടായിരുന്നു. ഒരു മീഡിയം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എടുത്താൽ മതി, അത്ര ഉള്ള സംഗതി നമുക്ക് മനസ്സിലായി. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ടൈം അത്ര എടുത്താൽ മതി. കാരണം ഞങ്ങൾ കുറച്ച് അമ്മളി പറ്റിയതില് നമ്മള് തണുത്ത് വിറച്ച് ഇത് കഴിയണില്ലാലോ എന്ന് പറഞ്ഞല്ലേ നമ്മൾ അങ്ങനെ ഇരിക്കണായിരുന്നു. ടയർഡായി പോയി അന്ന്. പിന്നെ നമ്മൾ എന്താ ചെയ്ത? പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മോൾ റോഡിലെ ഹഡിംബ ടെമ്പിളിലൊക്കെ പോയില്ലേ? ഹഡിംബ ടെമ്പിൾ, മോൾ റോഡൊക്കെ പോയി. നമ്മള് 2-3 ദിവസം മാൾ റോഡിൽ വെറുതെ നടക്കാൻ പോയി. വെറുതെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ലൈക്ക് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കുക തന്നെ. അവിടെ പിന്നെ നമുക്ക് ഒരു കോഫി നമ്മൾ കുടിച്ചില്ലേ ബേബി? എസ്പ്രസോ അല്ലല്ലോ. അല്ല, എന്തായിരുന്നു റബ്ബേ? ഒരു കോഫി ഉണ്ട്, ഒരു കോഫി ഒരു ക്രോസൻ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ദാറ്റ്സ് സോ ഡിലീഷ്യസ്. ഞങ്ങൾ ഇനിയും പോകും അല്ലേ? പോകും ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ പോണെങ്കിൽ നമ്മളിപ്പോൾ വലിയ പാക്കേജ് എടുത്ത് അങ്ങനെയൊന്നും വേണ്ട. നമ്മള് അറിയാമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും ഞങ്ങൾക്ക് തോന്നുന്നല്ലേ. ഈ അഫ്സാനയുടെ ഇതും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇൻസ്റ്റയും കോൺടാക്ട് നമ്പറൊക്കെ ഞങ്ങൾ താഴ്ത്ത് കൊടുത്തേക്കാം. പിന്നെയും പറയുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. പക്ഷെ ഞങ്ങളെ എക്സ്പീരിയൻസ് ഇട്ടോ, അത് മാത്രം. അപ്പൊ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഓൽക്ക് തന്നെ ക്യാബ് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളെ പ്രിഫറൻസിന് ഓലും തന്നെ കൊണ്ടുപോയിക്കോ. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി. അവര് അല്ലേ നല്ലൊരു ഇതാണ്, നല്ലൊരു മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ ഇപ്പൊ പോവുകയാണെങ്കിലും നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത്സ് ഒക്കെ വാങ്ങുക. ലൈക്ക് കോൾഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് ഒക്കെ വാങ്ങുന്നത് നല്ലത്. അതിലൊരു പാളിച്ച ഞങ്ങൾക്ക് പറ്റി. നമ്മൾ ഷോപ്പിംഗ് മെയിനായിട്ട് നടത്തിയത് ഡൽഹിയിൽ എത്തിയിട്ട് പല്ലക് മാർക്കറ്റ് അല്ലേ? പല്ലക് മാർക്കറ്റ് എന്നാണ്. അവിടെ കുറച്ച് നല്ലത് കിട്ടും എന്നാണ്. പക്ഷെ പൈസ മാത്രമേ ഉള്ളൂർന്നു നല്ലത്. അതായത് എക്സ്പെൻസീവ് ആയിരുന്നു, സാധനം കാണാൻ ക്വാളിറ്റി ഉണ്ട്. നമ്മള് 3000-നൊക്കെ 4000-നൊക്കെ ഷൂ വാങ്ങി ഒരാൾക്ക് കേട്ടോ. അത്ര ഷൂ വാങ്ങി നമ്മളവിടെ എത്തിയൊന്ന് ഇട്ട് തുടങ്ങി. ഇപ്പൊ ഷൂവിന്റെ ഹീല് ബൂട്ട്സ് വാങ്ങിയത് ഇങ്ങനെ പോയി. പിന്നെ നമ്മൾ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നത് അല്ലേ? വെയിറ്റ് അതില് താങ്ങാനുള്ള കരുത്ത് പോലും ആ ഷൂസിനില്ല, ക്വാളിറ്റി ഇല്ലായിരുന്നു. നമ്മള് എന്നിട്ട് കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മള് കാലൊക്കെ ഇങ്ങനെ പോയി. ഇനിയിപ്പോൾ അതിനാശുപത്രി പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇത് നമ്മൾ നോക്കിയും പിടിച്ചൊക്കെ കയറിയത്. പിന്നെ ഞങ്ങള് എക്സ്ട്രാ സ്ലിപ്പേഴ്സ് ഒക്കെ എടുത്തോണ്ട് എന്തോ ഭാഗത്ത് ഞങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോൾ പിന്നെ അതായത് നമ്മൾ പറഞ്ഞു വന്നത് മാക്സിമം നമ്മൾ നാട്ടിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള ഡെക്കാത്തലോന്നൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ആയിട്ട് പോവുക. ഡൽഹി പോയിട്ട് വാങ്ങാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് വേറൊരു തെറ്റ്. ക്വാളിറ്റി നല്ലതായിട്ട് കിട്ടിയത് ഒരു കോട്ട് മാത്രമാണ്. അതും കോൾഡ് റെസിസ്റ്റന്റ് ആണെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഓക്കെ പ്രോഡക്റ്റ് അതിപ്പോഴും നമുക്ക് ഉണ്ട് കയ്യിൽ അല്ലേ? ബാക്കിയെല്ലാം ക്യാപ്പ്, പിന്നെ ചെവിമൽ വെക്കുന്ന സോക്സ് എല്ലാം വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു. അതൊരു സംഭവം ആണ്. അപ്പൊ നിങ്ങള് വാങ്ങുമ്പോ നല്ല ക്വാളിറ്റി. പിന്നെ മറ്റേ വാമർ ഇല്ലേ ബേബി, ഡെക്കാത്തലോണില് നമ്മള് അതിന്റെ പിക്ക് കിട്ടിയാൽ കൊടുക്കാം. ഹീറ്റ് വാമർ ഒരു ഓറഞ്ച് പാക്കറ്റ് ഓറഞ്ച് കളറായിരുന്നു അതിന്റെ ബാക്ക് പൊതി. ഒരു പാക്കറ്റിൽ ഉണ്ടാവും. അത് നമ്മൾ സെപ്പറേറ്റ്ലി എടുത്ത് നമ്മൾ പോക്കറ്റില് ഷൂസിൽ നിങ്ങൾക്ക് അറിയാൻ മതി ഇട്ടാല്, നമ്മൾ അതിൽ കൈ ഇട്ടാല് നമുക്കൊരു ചൂട് കിട്ടും, ഒരു വാമത്ത്. അതായിരുന്നു ഞങ്ങൾക്ക് ആ തണുപ്പിൽ ഞങ്ങൾ ആ ചൂട്. പക്ഷെ നമ്മുടെ പെട്ടെന്ന് തീർന്നു പോയി. പിന്നെ ഹീറ്റർ ആണെങ്കിൽ ജന്തുക്കൾ ഇവളും ജീവിയും കൂടെ കയറി വന്ന് ഹീറ്ററും വരിക്കും. ഞാൻ എപ്പോൾ കഴിയും, അടുത്ത ഞാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് വാമേഴ്സ് ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ട്. അതും ആണെങ്കിലും കുറച്ച് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് പോയി പോകും. ചൂട് പിന്നെ നമ്മള് പരിധി ഉണ്ട്. കാലമൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കാലിന്റെ നടുക്കത്തെ ഭാഗത്തുണ്ടല്ലോ, പൂറ്റിയുടെ വിരലിന്റെ നടുക്കത്തെ ഭാഗത്ത്, അവിടെയൊക്കെ നല്ല വാമത്ത് കിട്ടിയിട്ട് നല്ലായിരുന്നു അല്ലേ? നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു ഡെക്കാത്തലോണിലെ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ പോക്കിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറെ നല്ലതായിട്ട് മണി മാനേജ്മെന്റ് ആണെങ്കിലും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. മണി മാനേജ്മെന്റ് എല്ലാം പഠിക്കാൻ പറ്റി. ഇതൊരു ലെസൺ ആയിട്ട് വേണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. നല്ലത് മാത്രം എടുക്കാനേ ഞങ്ങൾക്കും താല്പര്യമുള്ളൂ. ബാഡ് സ്റ്റെപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലത് മാത്രം നമ്മൾ എടുക്കുന്നത്. നമുക്ക് ടോയ് ട്രെയിൻ കാര്യങ്ങളൊക്കെ മിസ് ആയിട്ടുണ്ടായിരുന്നു. ഷിംലയിൽ നിന്ന് എക്സ്ട്രാ എമൗണ്ട് പൊട്ടി, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ? നമ്മുടെ അതായത് നമ്മൾ ഇമാജിൻ ചെയ്യാത്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു, എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അല്ലേ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ആവശ്യം വരും എന്നാൽ വരൂല എന്നുള്ള രീതിക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് വേണം പോവാനായിട്ട്. അത് വേറൊരിത്. കാരണം നമ്മള് വിചാരിക്കാത്ത എക്സ്പെൻസ് വരാം നമുക്ക് വന്നോട്ട്. നമ്മള് വേറെ കണ്ടും വരെ റൂം എടുത്ത് അതിന്റെ ഇടയ്ക്ക് പീരിയഡ്സ് ആയി. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമുക്ക്
നമ്മൾ പറയുന്നില്ല വാട്ട് എവർ സോ. അപ്പം നിങ്ങൾ പോകുമ്പോഴും എല്ലാം ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും പോവുക. നല്ലൊരു പാക്കേജ് ഒക്കെ എടുത്തല്ലേ? പാക്കേജ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ, അല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ മതി. അപ്പോൾ അങ്ങനെ അതായിരുന്നു നമ്മളൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇപ്പൊ കുറെ പേർക്കുള്ള ഒരു ഉത്തരവാണ് ഈ ഒരു വീഡിയോ, അല്ലേ? യെസ് യെസ്. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോൾ ബി അവേ ഫ്രം ഫ്രോഡ്സ്, യെസ്, ബി ഹാപ്പി. നല്ല പാക്കേജ് എടുത്ത് നല്ലോണം പോവുക, അല്ലേ? ഇപ്പം ആര് പ്രൊമോഷൻ ചെയ്താലും ഒന്നും കൂടെ റീചെക്ക് ചെയ്യുക. അവർക്ക് തെറ്റ് പറ്റും, ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ബൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ. പറഞ്ഞോളേ, ബൈ ബൈ.